സാധാരണക്കാരുടെ അഭയ കേന്ദ്രമാണ് ഈ സർക്കാർ ആശുപത്രികൾ, ഈ പ്രത്യേകിച്ച് ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ. അവിടെ ഒന്നും മരുന്ന് കിട്ടാനില്ല. ഇത് ഞങ്ങൾ പറയുന്നൊരു വാർത്തയൊന്നുമല്ല. കാരണം രോഗികൾ പറയുകയാണ്, രാവിലെ 5 മണിക്കൊക്കെ ക്യൂ നിന്ന് മരുന്ന് കിട്ടാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയാണ് അവിടെയുള്ളത്. പക്ഷേ ഇത് പറഞ്ഞാൽ പറയുന്നവർ കുറ്റം ചെയ്യുന്നു എന്ന നിലപാടാണ്. അല്ലാതെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ പോലും നമ്മുടെ ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇത് മരുന്നുകളുടെ മാത്രമല്ല, ചികിത്സാ ഉപകരണങ്ങൾക്ക് ഇതേ പ്രശ്നമാണ്. ഇതിപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ആക്ഷേപിക്കാനായിട്ട് ആരോഗ്യ വകുപ്പിൽ തന്നെ ആൾക്കാർ നിയമിച്ചിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഒരാൾക്കും പുറത്ത് ഇപ്പൊ ഞാനൊക്കെ പറയുന്നത് നമുക്ക് ധൈര്യമുള്ളതുകൊണ്ടാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംഘടനകൾക്ക് ഉൾപ്പെടെ അറിയാം. ഡോക്ടർമാർ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആരോഗ്യവകുപ്പുള്ളവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. ഇത് മരുന്നുകൾക്ക് മാത്രമല്ല, ഒരു മാസം മുമ്പ് റോഡ് അപകടത്തിൽപ്പെട്ട ഒരു നിർദ്ധനായ ഒരാൾ എന്നെ വിളിച്ചു. അയാളുടെ പോക്കറ്റിൽ 10 രൂപ പോലും ഇല്ല. അയാൾക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അടിയന്തര ഓപ്പറേഷൻ 15,000 രൂപ കാലിനകത്തിന്റെ കമ്പി അയാൾക്ക് പുറത്തേക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. 15,000 രൂപ പോയിട്ട് 10 രൂപ അയാളുടെ പോക്കറ്റിലില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ച നിർദ്ധനായിട്ടുള്ള ഒരാളുടെ ബില്ല് 30 ലക്ഷം രൂപ, ഒരാളുടെ ബില്ല് 7 ലക്ഷം രൂപ. ഇതിനകത്തൊക്കെ നമുക്ക് ചെറിയ ഇടപെടൽ എടുത്ത് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ സാധാരണ മനുഷ്യരാണ്. സർക്കാർ ആശുപത്രി പോകാൻ നിവൃത്തി ഇല്ലാത്തവരാണ്. സർക്കാർ ആശുപത്രിയിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രികൾക്ക് സർക്കാർ കൊടുക്കേണ്ട 1000 കോടി രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് വെച്ച് 200 കോടി കൊടുത്തത് കടലിൽ കായം കലക്കുന്ന പോലെയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സർക്കാർ ആശുപത്രികൾ ധർമാശുപത്രികൾ എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ധർമാശുപത്രികൾ പണ്ട് അറിയപ്പെടുന്നത്. അവിടെ പോലും രോഗികൾ പുറത്തുള്ള സാധനങ്ങളും മരുന്നും വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. നമുക്ക് പ്രതിസന്ധി ഈ പണം കൊടുക്കാത്തതാണ് പ്രശ്നമെന്ന് നമുക്കറിയാം. ഞാൻ ചോദിക്കുന്ന ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുക? പ്രശ്നമുണ്ട് എന്ന് ആദ്യം അഡ്മിറ്റ് ചെയ്യണമല്ലോ, എന്നിട്ടല്ലേ അതിനുള്ള മരുന്ന് കണ്ടെത്താൻ, എന്നുള്ള പ്രതിവിധി നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇവിടെ ഈ ഒരു മരുന്ന് ക്ഷാമമേ ഇല്ല എന്ന് ആദ്യം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുക? അതാണ് ഇത്. പ്രശ്നം അംഗീകരിക്കാത്തതുകൊണ്ടാണ് പരിഹാരം ഉണ്ടാകാത്തത്. പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരിഹാരത്തിന്റെ ആവശ്യമില്ല. സർക്കാരുകൾ ഞാൻ പറയും ഇതിനകത്ത് പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് പോലെ അത്രയും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വകുപ്പിനെ നിർജ്ജീവമാക്കിയിരിക്കുക, നിശ്ചലമാക്കിയിരിക്കുക. ഞാൻ കുറെ വർഷങ്ങളായിട്ട് പറയുകയാണ്, ഈ മന്ത്രിമാരുടെ 1 മാൻ ഷോയ്ക്കുള്ള കാര്യങ്ങളാക്കി ഗവൺമെന്റ് ആരോഗ്യവകുപ്പിനെ മാറ്റിക്കളഞ്ഞു. ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 2ാമത്തെ ഏറ്റവും വലിയ വകുപ്പാണ്. 50,000-ൽ കൂടുതൽ സ്റ്റാഫുണ്ട്. ഒരുപാട് അഡീഷണൽ ഡയറക്ടർമാരും ഒരു ഡയറക്ടറും ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഇവരാരെയും നിങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേര് പോലും ആർക്കും അറിയില്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരാണ് ഈ വകുപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം അവര് അസിസ്റ്റന്റ് സർജനായിട്ട് 26-27 വയസ്സിൽ കയറുന്നവർ 56 വയസ്സിൽ 55 വയസ്സിലാണ് ഡയറക്ടറാകുന്നത്. അവരാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഇത് മന്ത്രിമാർക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കുറെ വർഷങ്ങളായിട്ട് മന്ത്രിമാരാണ് നടത്തുന്നത്. ഈ 3 നിപ്പ കേസ് ഒരു മന്ത്രി കൂടി പോകേണ്ട കാര്യമില്ല. ഇതിനും 5000 പേർക്ക് തന്നെ 2 പേര് വെച്ചിട്ട് ഇവിടെ സ്റ്റാഫ് ഉണ്ട് ആരോഗ്യവകുപ്പിന്. 5000 ജനസംഖ്യക്ക് നിങ്ങൾ എവിടെ താമസിച്ചാലും അത്രയും വലിയൊരു വകുപ്പിനെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. അവരെ നിങ്ങൾക്ക് ആരെങ്കിലും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേര് അറിയാവോ, അഡീഷണൽ ഡയറക്ടർമാരുടെ പേര് അറിയാവോ? ഇവരെല്ലാം വളരെ പ്രഗത്ഭരാണ്. 10-25 വർഷം ആരോഗ്യവകുപ്പിൽ പ്രവർത്തിച്ചവർ നിശ്ചലമാണ്. അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. എല്ലാ തീരുമാനവും കൃത്യമായ ഇടവേളകളിൽ മരുന്ന് എടുക്കേണ്ട ആളുകളുണ്ട്. അവർക്ക് ഇതൊക്കെ മുടങ്ങി പോവുകയാണ്. കാരണം സ്വകാര്യ ആശുപത്രികളിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല. പലരുടെയും പ്രയാസങ്ങൾ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ആ പ്രതികരണങ്ങൾ കൊടുക്കുമ്പോൾ പോലും അത് ഒരു തെറ്റാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇതൊന്നും വേണ്ട. ആരാന്ന് പറയാതെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രി പോയാൽ, പ്രൈവറ്റ് ആശുപത്രി അല്ല ഗവൺമെന്റ് ആശുപത്രി പോയാൽ, ഒരു ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് നിങ്ങൾ നോക്കുക, അവിടെ മരുന്നുണ്ടോ, സാധനങ്ങളുണ്ടോ? വളരെ എളുപ്പമാണ്. അവിടെ ചില സാധാരണക്കാരൻ അവൻ ആരോട് പറയും? ആളുകൾ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്ക് ആൾക്ക് അസുഖം മാറുകയില്ല. ഗവൺമെന്റ് അനുവാദം കൊണ്ട് പ്രൈവറ്റ് ആശുപത്രി പോകും. പ്രൈവറ്റ് ആശുപത്രിക്ക് പൈസ വാങ്ങാൻ ചികിത്സിക്കാൻ അവർക്ക് പറ്റും. അവർ കൂട്ടി പോകും, അവർ പൈസ വാങ്ങും. ഇതൊരു വളരെ ഒരു വിഷയ സർക്കിളാണത്. ഇത് ഇത്രയും നാളായിട്ട് പറയുകയാണ്. ഇത് ഗവൺമെന്റ് ഉള്ള ഇക്കാര്യത്തിൽ പോളിസി ഇല്ല, ഒരു നയമില്ല, ഉള്ള നയങ്ങൾ നടപ്പാക്കുന്നുമില്ല. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർ ആക്രമിച്ചു കളയും. അതുകൊണ്ട് എല്ലാവരും നിശബ്ദരാക്കിയിരിക്കണം. ആരോഗ്യവകുപ്പിലൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളും ക്ലാസ്മേറ്റ്സൊക്കെ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. എല്ലാവരും നിശബ്ദരാണ്, പേടിച്ചിട്ടാണ്. എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. മനുഷ്യരല്ലേ, പാവപ്പെട്ട മനുഷ്യൻ, അവന്റെ രോഗം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ചികിത്സിക്കും. ആര് ചോദിക്കാൻ? അസുഖം സർക്കാർ മെഡിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് പഠിച്ചാണ്. എനിക്കറിയുന്നവരാരും അവിടെ പോകാറില്ല. കാരണം അവിടെ പോയാൽ നിവൃത്തിയില്ല, നേരെ പ്രൈവറ്റ് ആശുപത്രി പോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചുറ്റുമുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും വലിയ തിരക്കാണ്.
അത് ഗവൺമെന്റ് ആ തിരക്ക് ശരി. വളരെയധികം നന്ദി ശ്രീ എസ് ലാൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്ന് പോയാൽ മതി, മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ പോയാൽ മതി. എത്രയോ മണിക്കൂറുകൾ ക്യൂ നിന്നാലാണ് ടോക്കൺ കിട്ടിയൊന്ന് ഡോക്ടറെ കാണാൻ കഴിയുക. പക്ഷേ മരുന്ന് എന്തായാലും അവിടെ കിട്ടാനില്ല. കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ സമാനമായ സ്ഥിതിയാണ്. മരുന്ന് ക്ഷാമമുണ്ട്. അത് ആരും ഉണ്ടാക്കുന്ന ഒരു മാധ്യമ സൃഷ്ടിയൊന്നുമല്ല, അത് സത്യാവസ്ഥ തന്നെയാണ്. അതിനെ അഡ്മിറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. നമുക്ക്